ഞാൻ കഴിഞ്ഞ ആഴ്ച തിരുവനന്തപുരത്ത് ഒരു വർക്കായിട്ട് ബന്ധപ്പെട്ട് പോയപ്പോൾ അലിബാബ 41 ഡിഷ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിരിക്കുന്ന ഒരു ഷോപ്പിൽ കയറാനിട കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ വലിയ വിശദീകരിച്ചുള്ള വീഡിയോസൊന്നും എടുത്തിട്ടില്ല, ജസ്റ്റ് അതിൻ്റെ ഒരു ഭംഗി കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ എടുത്തൊരു വീഡിയോസാണ്. എന്താണ് അവിടുത്തെ ഒരു നീറ്റ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര രസമാണ്. അതിൻ്റെ ഉള്ളിലെ അവർ ചെയ്തു വെച്ചിരിക്കുന്ന അവരുടെ ഫുഡിൻ്റെ അറേഞ്ച്മെൻറ്റ്, ബൊഫെ, അതുപോലെ റൂംസുകൾ, അവരോരോ എനി ടൈം ഇങ്ങനെ ക്ലീൻ ചെയ്ത് പക്കയായിട്ട് നല്ല പളുങ്ക് പോലെ അങ്ങനെ കൊണ്ടുപോയി നടക്കുന്ന ഒരു അതിസുന്ദരമായിട്ടുള്ള ഭയങ്കര രസമുള്ള ഒരു റെസ്റ്റോറൻറ്റ്. അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഓട്ടോറിക്ഷയൊക്കെ വെച്ച് ഭയങ്കര രസമുള്ള കഫേയൊക്കെ ആയിട്ടുള്ളൊരു അലിബാബ 41 ഡിഷസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര രസമുള്ള ഒരു റെസ്റ്റോറൻറ്റ് കണ്ടപ്പോൾ എടുത്തൊരു വീഡിയോസാണ്. ഇവിടെ ഒരുപാട് ഡിഷസ് ഉണ്ട്. ഞാൻ ഇത്തരം ഡിഷസുകളൊന്നും കഴിക്കുന്ന ഒരാളല്ല. ഞാൻ കഴിക്കാൻ പോയത് ശരിക്കും ചോറാണ്. അങ്ങനെ ചോറ് ഓർഡർ ചെയ്തു, ഒരു മീൽസ് മേടിച്ചു. ഫിഷ് കറി മീൽസാണ്. ഇഷ്ടംപോലെ കറികൾ. ഇത്രയും കറിയൊന്നും എനിക്കധികമാണ്. പക്ഷേ അത് മേടിച്ചതുകൊണ്ട് ഭയങ്കര ക്വാളിറ്റിയുള്ള ഫുഡ് അത് കഴിച്ച് വളരെ സന്തോഷമായിട്ട് തൃപ്തിപ്പെട്ടാണ് ഞാൻ പോകുന്നത്. പിന്നെ ഉള്ള ഒരു കാര്യം, എനിക്ക് തോന്നിയൊരു കാര്യം, ഇവരൊരു ഒറ്റ കറിയിലും കടുകുണ്ടാവില്ല എന്നുള്ളതാണ്. കടുക് ചേർക്കാത്ത കറികളായിരിക്കും എല്ലാ കറികളും. ഒരു കറിയിൽ പോലും കടുകില്ല. അങ്ങനെ ഒരുപാട് വെറൈറ്റി ഡിഷസൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ ബാത്റൂംസൊക്കെ ആണെങ്കിലും ഭയങ്കര ക്ലീൻ. അവിടെ നമുക്ക് കിടന്ന് ഉറങ്ങാൻ തോന്നും. അതുപോലെയാണ് അവർ നീറ്റ് ചെയ്തത് കൊണ്ടേ നടക്കുന്നത്. ആ ഫുഡ് കൊള്ളായിരുന്നു. ഫുഡ് കഴിച്ചു, ചോറാണ് കഴിച്ചത്. അപ്പോൾ അങ്ങനെ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കൊന്നൊരു വീഡിയോ എടുക്കണമെന്ന് തോന്നി. ഒരുപാട് സ്പെഷ്യൽ ഐറ്റംസൊക്കെ ഒരുപാടുണ്ട്, എന്തൊക്കെയോ ഉണ്ട്. ഞാൻ അവിടെ നിന്ന് ഫുഡ് കഴിച്ച് നേരെ ഇറങ്ങിയതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ.